ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്, അതായത് ഒരു മിൽക്ക് ഷേക്ക്. അത് ക്ഷമ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചൂടല്ലേ, എന്ത് ചൂടല്ലേ, അപ്പം ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു ക്ഷമ വെച്ചൊരു മിൽക്ക് ഷേക്ക് അടിച്ചാലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാല്, 1/2 ലിറ്റർ പാലിലേക്ക് നമ്മൾ അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. പാല് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കലക്കി വയ്ക്കാം. അത് തണുത്ത പാലിൽ വേണം നമ്മളിത് കലക്കി വെക്കാൻ. അതായത് കട്ട കെട്ടാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ തണുത്ത പാലിൽ കലക്കി വെക്കുന്നത്. നമ്മൾ പാലെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാല് തിളയ്ക്കാറായി വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പെട്ടെന്ന് കയറി കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ കൈ എടുക്കാനേ പാടില്ല. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ പാല് തിക്കാവും. ഈ സമയം നമുക്ക് പാലിലേക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കലക്കിയത്, വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ്, നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് വേണ്ട പാലിൻ്റെ ആ തിക്നെസ് നമുക്കറിയാമല്ലോ. കണ്ടോ, അത് ഇപ്പോഴേ നമുക്ക് ആവശ്യത്തിന് തിക്നെസ് വന്നു കഴിഞ്ഞു. ഇനി നമ്മളിതിട്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കരുത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തണുക്കണം. അതായത് റൂം ടെമ്പറേച്ചറിലായി വരണം. ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ഇനിയാണ് നമ്മുടെ താരം. അതായത് നമുക്ക് ഈ ക്ഷമ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇത്രത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് പകുതി മതി. പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ സീഡൊക്കെ നമുക്ക് എടുത്ത് കളയണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം മാത്രം മതി. നമുക്ക് ഇതിനകത്തിരിക്കുന്ന കുരുവൊക്കെ നമുക്ക് മാറ്റി എടുക്കാം. അത് പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടും. നമ്മൾ മത്തനൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ ഇങ്ങനെ കോരിയെടുക്കാം. അപ്പം ഇത് മൊത്തത്തിൽ നമുക്കിങ്ങനെ ഒന്ന് എടുക്കാം. കണ്ടോ, നമുക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ചിരണ്ടി എടുക്കാൻ പറ്റും. അപ്പം നല്ല പഴുത്ത ക്ഷമ തന്നെ നിങ്ങൾ നോക്കിയെടുക്കണം. നമുക്കിനി നമ്മുടെ ഈ ചീകി വെച്ചിരിക്കുന്ന ക്ഷമ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ക്ഷമ മധുരക്കുറവുള്ള ഒരു പഴമാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴവും കൂടെയാണ്. അതായത് എന്താ, ഹൃദയത്തിനൊക്കെ നല്ലതാണ്. ഇതിനകത്ത് ധാരാളം പൊട്ടാഷ്യവും ജീവകവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ്. അപ്പോൾ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും എനിക്കറിയില്ല, ചിലത് മാത്രമാണ് ഞാനീ പറഞ്ഞത്. എന്തായാലും നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായൊരു പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്, നമ്മൾ കസ്റ്റാർഡിൽ മധുരം ചേർത്തിട്ടുണ്ട്, ഇതിനും നമുക്കൊരല്പം പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട്
നമ്മുടെ ബദാം മിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഒരു 2-3 ഡ്രോപ്പ് ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നമ്മൾ കസ്റ്റാർഡ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ ബദാം മിക്സിൻ്റെ ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മളിത് അടിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല, വെറുതെ അടിച്ചാൽ മതി. കണ്ടോ, ഇത് ഇങ്ങനെ കിട്ടും. നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഷേക്ക് ആക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ കസ്റ്റാർഡിൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഷമാം ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർക്കാം. ഈ ചൂട് കാലത്ത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് തരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വേണേലും കുടിക്കാൻ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയാലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ പരിപാടി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.